ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചൊവ്വാഴ്ചയാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ +2 ഫിസിക്സിന്റെ മോഡൽ എക്സാം. ആ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് 3 ലൈവുകളാണ് സൈലം നിങ്ങൾക്ക് നൽകുന്നത്. ഓൾറെഡി ഇന്നലെ നമ്മളൊരു ലൈവ് കംപ്ലീറ്റ് ചെയ്തു. ഓൾ ന്യൂമറിക്കൽ ആൻഡ് കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ആയിരുന്നു. ഇനിയും നിങ്ങൾക്ക് 2 ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇന്ന് രാത്രി കൃത്യം 7:30 100% ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ഉണ്ടായിരിക്കും. സിമിലവേ നാളെ രാത്രി കൃത്യം 7:30 നമ്മുടെ ഏറ്റവും ട്രേഡ് മാർക്ക് ലൈവായ സൂപ്പർ 60 കൂടി ഉണ്ടായിരിക്കും. ഈ 3 ലൈവും കൃത്യമായി കണ്ടു തന്നെ പരീക്ഷയ്ക്ക് പോവുക. ഒരു ലൈവ് കണ്ടു അല്ലെങ്കിൽ അവസാനത്തെ ലൈവ് മാത്രം കണ്ട് പരീക്ഷയ്ക്ക് പോകരുത്. 3 ലൈവും കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായി തന്നെ പഠിക്കുക. സോ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഡീൽ ചെയ്യാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകണ്ട 20 ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. 45 മാർക്കോളം നമുക്ക് 20 ചോദ്യങ്ങളിൽ നിന്നായിട്ട് ഉറപ്പിക്കാൻ സാധിക്കും. അത്രയും പോസിബിലിറ്റി ഉള്ള, അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോദിച്ച് കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം പറയാനുണ്ട്, ഈ പറയുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എവിടെ കിട്ടുമെന്ന് സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇന്നത്തെയും നാളത്തെയും ലൈവിൽ ഒന്ന് വന്നാൽ മാത്രം മതി. എല്ലാത്തിൻ്റെ ഉത്തരം കൃത്യമായി നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കും. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. സോ ഗൈസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. ചാപ്റ്ററിന്റെ ഓർഡർ വൈസ് തന്നെയാണ് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ പറയുന്ന ടോർക്കിന്റെ ഡെറിവേഷൻ ആണ്. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്നതും ഈ ടോർക്കിന്റെ ഡെറിവേഷൻ ആണ്. അതായത് ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ആംഗിളിലാണ് മാക്സിമം ടോർക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക, ഏത് ആംഗിളിലാണ് മിനിമം ടോർക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക, എപ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, എപ്പോഴാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സാഹചര്യത്തിലുള്ള നെറ്റ് ഫോഴ്സ് എന്താണ് എന്ന കാര്യം ചോദിക്കാം. നെറ്റ് ഫോഴ്സ് എന്താണ് എന്ന കാര്യം അവർ ചോദിക്കാം. അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതായത് നെറ്റ് ടോർക്ക് പോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് പരീക്ഷകളിൽ ചോദിക്കും. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നെറ്റ് ഫോഴ്സ് എന്താണ്, ടോർക്കിന്റെ വെക്റ്റർ ഫോം എന്താണ് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു സി ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? എന്താണ് മക്കളെ ആ സി ക്വസ്റ്റ്യൻ? എ ക്ലോസ്ഡ് സർഫേസ് എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫേസ്? ഇത്തരം ഒരു ചോദ്യം കുറേ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫേസിനകത്ത് നമ്മളൊരു ഇലക്ട്രിക് ഡൈപോളിനെ വെക്കുകയാണ്. സോ അവിടെയുള്ള നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് എന്നാണ് ചോദ്യം. പറയടാ മക്കളെ, എന്തായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതിൻ്റെ ഉത്തരം ഞാനിവിടെ പറയാണ്. ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു 0. എന്തുകൊണ്ടായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിട്ടുണ്ടാവുക? ഒരു ഡൈപോളിന്റെ പ്രത്യേകത, ഈക്വലും ഓപ്പോസിറ്റുമായ ചാർജുകളാണ് കുഞ്ഞു ദൂരത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡൈപോളിന്റെ നെറ്റ് ചാർജ് എന്താണ് നിങ്ങൾക്കറിയണം. കാരണം ഡൈപോളിന്റെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിനാൽ തന്നെ ഇലക്ട്രിക് ഫ്ലക്സും എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഡൈപോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. സിമിലർ വേ ഡൈപോൾ ഒരു ക്ലോസ്ഡ് സർഫേസിനകത്ത് വെക്കുന്ന സാഹചര്യത്തിലുള്ള ഫ്ലക്സും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയണം. ആ സ്റ്റേറ്റ്മെന്റും അതിന്റെ ഇക്വേഷനും എല്ലാവർക്കും അറിയണം. ഒരു ക്ലോസ്ഡ് സർഫേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ചാർജിന്റെ 1/ε0 ടൈംസ് ആണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. സോ φ = Q enclosed by ε0. ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണ് ചോദ്യം? ഗോസസ് ലോയ്ക്ക് 3 അപ്ലിക്കേഷൻ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം. ആ 3ഉം പരീക്ഷകളിൽ പല പരീക്ഷകളിലായിട്ട് ചോദിച്ച് കാണാറുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ചാർജ്ഡ് വയറിന്റെ ഡെറിവേഷൻ ആണ്. 3ഉം നിങ്ങൾ പഠിക്കണം. ഒരു വിട്ടുവീഴ്ചയും വേണ്ട. 3 ഡെറിവേഷനും എൻ്റെ അനിയന്മാരും അനിയത്തിമാരും പഠിച്ചിരിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള, ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിരുത്തി പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അടുത്തത് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കിടക്കുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് കുറച്ച് ടോപ്പിക്കുകളുണ്ട്. സോ അതിലെ ഫസ്റ്റ് പ്രയോറിറ്റി ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ആണ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ ഡിഫറൻ്റ് ആയിരിക്കുന്ന ഇക്യു പൊട്ടൻഷ്യൽ സർഫേസുകൾ വരയ്ക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എങ്ങനെയാണ്, ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണ്? അത്തരം ചോദ്യങ്ങളും പരീക്ഷയിൽ കണ്ടുവരാറുണ്ട് കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെക്കാനാടാ മക്കളെ. നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ,
ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. C=A∈0 എന്ന് പറയുന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, സീരീസ് ആൻഡ് പാരലൽ കപ്പാസിറ്റർ, റൈറ്റ്? ഓക്കെ, കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ടും പാരലായിട്ടും വെക്കുമ്പോഴുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണ് എന്ന കാര്യവും അവർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. സോ 3 ചോദ്യങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്. 2 ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. എങ്കിലും സീരീസ് ആൻഡ് പാരലൽ ഒരിക്കലും മറന്നു പോരുത്. അതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. മനസ്സിരുത്തി പഠിച്ചിട്ട് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റിലൂടെ കടന്നാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റി ഓറിയന്റഡ് ആയ ചോദ്യമാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കിർച്ചോഫ് റൂളും വീസ്റ്റം ബ്രിഡ്ജും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനു പുറമേ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഇതുപോലുള്ള ഗ്രാഫുകളാണ്. അഥവാ അലോയ്സിന്റെ ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയാണ്, സെമി കണ്ടക്ടേഴ്സിന് എങ്ങനെയാണ്, ഇതിന് പുറമെ വേറെ ആര് കൂടിയുണ്ട്, കണ്ടക്ടറിന്റെ ഗ്രാഫ് എങ്ങനെയാണ്, ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ഇന്നലത്തെ ലൈവിൽ ഞാൻ കൃത്യമായി ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിരിക്കണം. ഓരോന്നിന്റെ ഗ്രാഫും അവയുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ക്രിച്ച്ഓഫ് റൂൾ ഉപയോഗിച്ച് വീസ്റ്റം ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ, ക്രിച്ച്ഓഫിന്റെ റൂൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും ട്ടോ. ക്രിച്ച്ഓഫിന്റെ 2 റൂൾസും പഠിച്ചു വെച്ചോ. സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സ്റ്റേറ്റ് ക്രിച്ച്ഓഫ് ലൂപ്പ് റൂൾ, ജംഗ്ഷൻ റൂൾ എന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കും. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത്തരം ഒരു ചോദ്യം വരിക. വീസ്റ്റം ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ P/Q = R/S. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കാത്ത ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പ് പറയാൻ സാധിക്കുന്ന ചോദ്യം. ബയോട്ട് സാവേർട്സ് ലോ സ്റ്റേറ്റ് ചെയ്യുക. സർക്കുലർ ലൂപ്പിന്റെ ഡെറിവേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്ന പോലത്തെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന 4 അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമാണിത്. നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട ചോദ്യം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആംപിയർ സർക്യൂട്ടൽ തിയറം ഇല്ലേ, അതിൻ്റെ അപ്ലിക്കേഷൻസ് ഇല്ല, അതൊന്നും പഠിക്കണം. തീർച്ചയായും അതെല്ലാം പഠിക്കാം. പക്ഷെ അവയെക്കാളും മുൻ വർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഗാൽവനോമീറ്ററിന്റെ കൺവേർഷൻ ആണ്. ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് അമ്മീറ്റർ ആയിട്ടും വോൾട്ട് മീറ്റർ ആയിട്ടും മാറ്റുക, ഗാൽവനോമീറ്ററിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും എന്താണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പല കുറി പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. സോ അതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കാം കേട്ടോ. അടുത്തത് 5ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം ഓറിയന്റഡ് ആയ ചാപ്റ്ററിൽ ഗോസസ് ലോ ഓഫ് മാഗ്നറ്റിസം അറിയണം. ഓരോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെയും പ്രോപ്പർട്ടി അറിയണം. അതായത് പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, ലൈക്ക് എല്ലാത്തിൻ്റെയും നിങ്ങൾ കൃത്യമായി, ഡയാമാഗ്നറ്റിക് എല്ലാത്തിൻ്റെയും കൃത്യമായി തന്നെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ പ്രോപ്പർട്ടീസ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ചിത്രം നൽകിയിട്ട് അത് ഏത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. എല്ലാവരും പഠിച്ചിരിക്കും. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്തത് 6ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാം. ലെൻസസ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. മോഷണൽ EMF അറിയണം. മോഷണൽ EMFുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പഠിപ്പിച്ചു വന്നിരിക്കും. ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഒരു ജെറ്റ് പ്ലെയിൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. അതായത് മോഷണൽ EMFിന്റെ കേസിൽ ഒരു കണ്ടക്ടർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്ന കേസാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ അതിനു പകരം എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മുകളിലൂടെ ഒരു പ്ലെയിൻ മൂവ് ചെയ്യുന്നു. ആ പ്ലെയിനിന്റെ ചിറകുകൾക്കിടയിലുള്ള ദൂരം 25 മീറ്റർ ആണ്. ആ പ്ലെയിൻ സഞ്ചരിക്കുന്ന വേഗത അവർ നൽകിയിട്ടുണ്ട്. മോഷണൽ EMF കണ്ടുപിടിക്കണം. ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. അടുത്ത ഈ ചാപ്റ്ററിൽ അടുത്ത റിപ്പീറ്റ് വാല്യൂ ക്വസ്റ്റ്യൻ. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയാം. സോ അതെന്തായാലും പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ചോദ്യങ്ങളിലുപരി കൂടുതൽ കണ്ടുവരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന AC ജനറേറ്റർ ആണ്. AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ കൃത്യമായി ഡയഗ്രാം വരയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMF ഡിറൈവ് ചെയ്യുക. ഇത് വളരെ റിപ്പീറ്റ് വാല്യൂള്ള ഏറ്റവും പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ട ചോദ്യമാണ്. എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അടുത്തത് നമ്മുടെ സ്വന്തം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലോട്ട് കിടക്കുന്നു. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് 2 പ്രധാനപ്പെട്ട ഡെറിവേഷൻസിനാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെ ഡെറിവേഷൻ. ഇൻഡക്ടറിനകത്ത് കറണ്ട് വോൾട്ടേജിന് പുറകിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്ന കാര്യം കൃത്യമായി തന്നെ ഡെറൈവ് ചെയ്യാൻ അറിയണം. അതിൻ്റെ ഫേസർ അതുപോലെ തന്നെ ഗ്രാഫ് ഇതൊന്നും മറന്നു പോരുത്. ഇതൊക്കെ വരച്ചിരിക്കണം. റൈറ്റ്, ഇതൊക്കെ വരച്ച് തന്നെ പഠിക്കുക. സിമിലർ വേ അടുത്തൊരാൾ ആരാണ്? അടുത്തൊരാൾ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ആണ്. സോ കപ്പാസിറ്ററിൽ കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു എന്ന കാര്യം ഡിറൈവ് ചെയ്യുക. അതിൻ്റെ കൂടെ ആവറേജ് പവർ കപ്പാസിറ്ററിന് മാത്രമല്ല, എല്ലാത്തിൻ്റെയും ആവറേജ് പവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ആ ഫോമുല നിങ്ങൾക്ക് അറിയാലോ. ആവറേജ് പവർ ഈക്വൽ ടു VRMS × IRMS × cos φ. ഇതാണ് ഫോമുല.
എല്ലാവർക്കും അറിയുന്ന ഫോമുലയാണ്. സോ ഫൈ ഓരോന്നിനും നമുക്ക് കൃത്യമായിട്ട് അറിയാം. റെസിസ്റ്റീവിൽ ഫൈയുടെ വാല്യൂ എത്രയാണ്, കപ്പാസിറ്റീവിൽ ഫൈൻ്റെ വാല്യൂ എത്രയാണ്, ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഫൈയുടെ വാല്യൂ എത്രയാണ് എന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സർക്യൂട്ടിൻ്റെയും ആവറേജ് പവർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയണം. സിമിലർ വേ സീരീസ് LCR സർക്യൂട്ടിന്റെ ആവറേജ് പവറിന്റെ ഡെറിവേഷൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു, അതും മനസ്സിലാക്കുക. അടുത്തൊരു കേസ് കൂടി പറയാം. റെസൊണൻസ് കണ്ടീഷനിലുള്ള ഒരു സീരീസ് LCR സർക്യൂട്ടിന്റെ ആവറേജ് പവർ എന്താണ്, അതും ചോദിക്കാം. റെസൊണൻസ് കണ്ടീഷനിൽ സീരീസ് LCR സർക്യൂട്ട് പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. സോ അതിന്റെ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ ആവറേജ് പവർ ആണ്. സോ അത്തരം ക്വസ്റ്റ്യൻസ് കൃത്യമായി തന്നെ പഠിക്കാനടാ. നെക്സ്റ്റ് വൺ, 100% നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചോദ്യമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ എനർജി ലോസുകൾ എന്താണ്, എഫിഷ്യൻസി ഡിറൈവ് ചെയ്യുക, ഇതിനെല്ലാം പുറമേ ന്യൂമറിക്കൽസ്. ഇതെല്ലാം പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. ദീസ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ന്യൂമറിക്കൽ, അതായത് VS IS NS ഒക്കെ ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ, എഫിഷ്യൻസി ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ പഠിച്ചു വെക്കാനാടാ. അടുത്തത് 8ാമത്തെ ചാപ്റ്റർ EM വേവ്സ്. കുഞ്ഞു ചാപ്റ്റർ ആണ്. പൊതുവേ ഞാൻ ചെറിയ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തു, പക്ഷേ EM വേവ്സ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് കൃത്യമായി തന്നെ പറയാൻ പറ്റും അതിൽ ഏറ്റവും റിപ്പീറ്റ് വാല്യൂള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. ഒരു സംശയം വേണ്ട. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഓറിയന്റഡ് ആയ ചോദ്യം എന്തായാലും ചോദിക്കും. ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കും. അതിന്റെ എക്സ്പ്രഷൻ, പിന്നെ എങ്ങനെയാണ് ആംപിയർ സർക്യൂട്ടൽ തിയറം മോഡിഫൈ ചെയ്തത് എന്ന കാര്യം എന്തായാലും പരീക്ഷയിൽ ചോദിച്ചു കാണാറുണ്ട്. അടുത്തത്, ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിന്റെ അപ്ലിക്കേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. സിമിലർ വെക്റ്റർ റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും വെക്റ്റർ റെപ്രസെന്റേഷൻ, അതും എല്ലാവരും പഠിച്ചിരിക്കണം. ആ വെക്റ്റർ റെപ്രസെന്റേഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ ചോദിക്കും. EM വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കും. ഇത് മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ചു വെക്കാൻ മറന്നു പോരുതല്ല. അടുത്തത്, ഒപ്റ്റിക്സിൽ നിന്ന് ഞാൻ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഒന്ന് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, സംശയമില്ല. അടുത്തത് പ്രിസം. ഇത് രണ്ടിലും ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വേണ്ട. രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കും. ഏത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ലെങ്കിൽ പ്രിസം ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വേവ് ഒപ്റ്റിക്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ, അതിൽ നിന്ന് റിഫ്രാക്ഷൻ ആണ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പറയുന്നത്. റിഫ്രാക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ചോദിക്കാം. ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ ഉറപ്പാണ്. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തെന്ന് പറഞ്ഞു വെച്ചാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ, അതായത് ആറ്റംസ്, ഡ്യുവൽ നേച്ചർ, ന്യൂക്ലിയർ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവയിൽ നിന്ന് 3 മാർക്കോളൊക്കെ വെയിറ്റേജ് വരുന്നുള്ളൂ. ആ 3 മാർക്കും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. സോ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയതിനാൽ തന്നെ പല പരീക്ഷകളിലും മാറി ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയ ചോദ്യം എന്ന് പറഞ്ഞാൽ തീർത്തും കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അതിനാൽ തന്നെ നേരെ സെമി കണ്ടക്ടറിലോട്ടാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം കടന്നു ചെല്ലുന്നത്. 20ാമത്തെ ചോദ്യം സെമി കണ്ടക്ടർ ഓറിയന്റഡ് ആയ, ഞാൻ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ ചോദിക്കാം, അല്ലെങ്കിൽ ഹാഫ് വേവ്. ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയിൽ 100% ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട. ഗംഭീരമായിട്ട് പഠിക്കുക. ഈ ചോദ്യങ്ങളെല്ലാം ഇന്നത്തെ ലൈവിലും നാളത്തെ ലൈവിലും നമ്മൾ സെറ്റാക്കിയിരിക്കും. ഒരു ടെൻഷനും വേണ്ട. കോൺഫിഡൻ്റ് ആയിരിക്കാം മക്കളെ, നമ്മൾ തകർത്തിരിക്കും. സോ എല്ലാവരും ഉണ്ടായിരിക്കാം. ഗംഭീരമാക്കാം. 2 ലൈവിലും മുഴുവൻ മക്കളും കാണുക. എല്ലാ ചോദ്യങ്ങളും പഠിക്കുക. കാരണം മോഡൽ എക്സാം നിങ്ങൾ കോൺഫിഡൻ്റ് ആക്കി കഴിഞ്ഞാൽ, മോഡൽ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ കൃത്യമായി കവർ ചെയ്ത കുട്ടിയാണെങ്കിൽ, പബ്ലിക് എക്സാമിന് ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. സോ അതിനാൽ തന്നെ മോഡൽ എക്സാം കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക. 2 ലൈവ് ഞാൻ പറയുന്നുള്ളൂ. 2 ലൈവും അന്തസ്സായിട്ട് കാണുക. മുഴുവൻ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. അടിപൊളിയാക്കുക. സോ ഗൈസ്, ലൈവിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കുക. നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.